ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ 5 ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ നിങ്ങൾ എന്നെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ഓർപ്പിക്കാം. എൻ്റെ പേര് ശ്രുതി. ഞാൻ ജർമ്മനിയിലെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഈ 5 ദിവസം അതായത് എല്ലാ ദിവസവും വീഡിയോ ഇടുന്നൊക്കെ പ്രോമിസ് ചെയ്താണ്. എന്നിട്ട് ഞാനിപ്പോൾ 5 ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്കിന് പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പായി വരുമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു വലിയ ലീവിന് ശേഷം ഡ്യൂട്ടിക്ക് കയറിയത് കൊണ്ട് തന്നെ ഈ തണുപ്പത്ത് വർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ കാറിൽ ആണ് പോകുന്നത്, കാർ ഇറങ്ങുന്നു, കയറുന്നു, പോകുന്നത്. പിന്നെ ഞങ്ങൾ പോകുന്ന മൂട്ടക്കാറിനകത്ത് ഇതില്ല, ഹീറ്റർ ഇല്ല. അപ്പോൾ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് എനിക്ക് പനിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. പനി പ്ലസ് എനിക്ക് നടുവേദനയായി. അങ്ങനെ വയ്യാണ്ടൊക്കെ ആയപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാണ്ടിരുന്നതാണ്. അതായത് പണിക്ക് പോയി ഈ 5 ദിവസം വീഡിയോ ഇതില്ല. അതിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് തലേന്ന് വരെ ഞാൻ വീഡിയോ എടുത്തു. അത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു വീഡിയോ ഇനി ഇടാനുള്ളൂ. അത് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും. അതിനകത്ത് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ന് വെച്ചാൽ ഞാൻ ഹെയർ കെയർ വീഡിയോ ചെയ്യാമെന്നാണ്. ആ വീഡിയോ ഇപ്പം ഈ നിങ്ങൾ കാണുന്ന ഈ വീഡിയോക്കകത്തുണ്ട് കേട്ടോ. അപ്പോൾ നാളെ മുതൽ ഞാൻ കറക്റ്റായിട്ട് വീഡിയോസ് ചെയ്യും. സോറി പ്രോമിസ് തെറ്റിച്ചല്ല, വയ്യാണ്ടായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പം എനിക്ക് ലീവാണ്. ഇന്നും നാളെയും നാളത്തെ കഴിഞ്ഞും എനിക്ക് ലീവാണ്. ഉർലോബാണ്. അതായത് നമ്മൾക്ക് ഇവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈമുകളാണ്. ഒന്നെങ്കിൽ അതായത് നോർമൽ ലീവ്. അത് ഇപ്പം മാസത്തിൽ നമ്മൾക്ക് 8 ദിവസം 9 ദിവസം കണ്ടാന്ന് തോന്നുന്നു നമുക്ക് ഓഫ് ഡേയ്സ് ഉണ്ടാവും. വർക്കിനാണെങ്കിൽ ഇത്ര. പിന്നെ സ്കൂളിൽ കയറുകയാണെങ്കിൽ തിങ്കൾ തൊട്ട് വെള്ളി വരെ സ്കൂള്, പിന്നെ ശനി ഞായറും ഓഫ്. ഇതാണ് ഓഫ് കിട്ടുന്ന ദിവസങ്ങൾ. അതല്ലാണ്ട് നമ്മൾക്ക് ഒരു വർഷം 30 ദിവസം വെക്കേഷൻ പീരീഡ് ഉണ്ട്, അതായത് ഉർലോബുണ്ട്. ഈ ഉർലോബിൽ ഞങ്ങളുടെ സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 ദിവസം കൂൾസ് ഉർലോബ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അതായത് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഒരേ ടൈമിലായിരുന്നു ഉർലോബ്. അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയെന്ന് പറഞ്ഞില്ല, അത് ഈ കൂൾസ് ഉർലോബിനാണ് ഞാൻ പോയത്. അത് കഴിഞ്ഞ് വരുന്ന ഒരു 10 ദിവസമല്ലേ, ഈ 10 നമ്മുടെ വുൻഷ് ഉർലോബാണ്. അതെന്ന് വെച്ചാൽ നമ്മളുടെ ആഗ്രഹത്തിന് കൊടുക്കാൻ പറ്റുന്നു. അപ്പം നമ്മൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2026 വുൻഷ് ഉർലോബ് നമ്മൾ ഓൾറെഡി ഇപ്പോഴേ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾക്ക് ആ 10 ദിവസം ഇങ്ങനെ ചിഹ്നം ഭിന്നമായിട്ട്. പിന്നെ ഓരോ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ചില പ്രാക്ടിക്കൽ സെക്ഷനിൽ നമ്മൾക്ക് അങ്ങനെ ലീവ് എടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ 30 ദിവസത്തിലെ 10 ദിവസം ഇങ്ങനെ എഴുതി കൊടുക്കും. അങ്ങനെ കൊടുത്ത 3 ദിവസമാണിത്. അതിലെ 1ാമത്തെ ദിവസം ഇന്ന് കഴിയുകയാണ്. ഈ ദിവസം ഞാൻ കൊടുക്കാൻ കാരണം 3-ാം തീയതി എൻ്റെ അനിയത്തിയുടെ പിറന്നാളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുമ്മാ പറഞ്ഞാണ് ഞാനിങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ വിചാരിച്ചു ആ ഒരു ടൈമിൽ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാം, അല്ലാണ്ട് ഇങ്ങനെ ഡ്യൂട്ടിയൊക്കെ ചെന്ന് ഭയങ്കര പ്രഷറായിട്ടിരിക്കുന്നതിലേക്കാണ് നല്ലതല്ലേ എന്ന് കരുതി ഞാനങ്ങനെ ലീവ് ഇട്ട് കൊടുത്തതായിരുന്നു. അപ്പം ഇന്ന് എനിക്ക് ലീവായിരുന്നു. ഇന്ന് ഏകദേശം ഇന്നത്തെ ദിവസം കഴിയാറായി. ഞാൻ ഒരുപാട് ലേറ്റായിട്ടായിരുന്നു എണീറ്റത്. പക്ഷേ നാളത്തെ ദിവസം ഞാൻ എന്തായാലും പ്രൊഡക്റ്റീവായിട്ട് തന്നെ യൂസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് കുറച്ച് കുറവുകൾ എന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മളെന്താ പറയുക, ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളുടെ ഒരു രീതിയിൽ അല്ല എൻ്റെ ലൈഫ് സ്റ്റൈല്. എനിക്കങ്ങനെ ഇഷ്ടമല്ലായിരുന്നു. കാരണം ഇങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുന്ന എനിക്കതിങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ പുതിയ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഒക്കെ ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കണ്ടാലേ അറിയാം, ഞാൻ കൂടുതലും വീട്ടിനുള്ളിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഇച്ചിരി ബോറിംഗ് ആയിട്ട് തോന്നും. പക്ഷെ ഞാനത് മാറ്റാം. അതായത് ഒരു തെറ്റ് അല്ലല്ലോ, നല്ലൊരു ശീലമല്ലേ അത് പഠിക്കുന്നത്. പുറത്തൊക്കെ ഇറങ്ങുക, ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുക, അതുപോലെ തന്നെ പുതിയ സ്ഥലങ്ങൾ കാണുക. അങ്ങനെയൊക്കെ എനിക്ക് ആവണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പയ്യെ അങ്ങനെയൊക്കെ ആയിക്കോളും. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാം. അപ്പം ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഇപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ തലമുടിയിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. പ്രൊഡക്റ്റ് എല്ലാം കാണിച്ചു തന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എൻ്റെ റൂട്ടീൻ എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പം ആ പ്രൊഡക്റ്റിൽ നമുക്ക് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഷാംപൂ. അപ്പം ഞാൻ ഈ ജർമ്മനിയിൽ വന്നിട്ട് കുറേ ഷാംപൂ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് എന്താ പറയുക, ബെറ്റർ ആയിട്ട് തോന്നിയ കുറച്ച് ഷാംപൂകൾ ഞാൻ കാണിച്ചു തരാം. കുറച്ചൊന്നുമില്ല, അതായത് ആയില്ലേ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് ഷാംപൂ കണ്ടീഷണറും കൂടെ ആയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ പാൻറ്റീൻ്റെ ഷാംപൂ സൂപ്പറാണ്. എനിക്ക് നല്ല എന്താ പറയുക, ഡാൻഡ്രഫ് ഒന്നും ഇല്ലാണ്ട് നല്ലൊരു ക്ലെൻസിങ് സൂപ്പറായിട്ട് എനിക്ക് തോന്നിയത് പാൻറ്റീൻ്റെ ഷാംപൂ ആണ്.
അതുപോലെ തന്നെ ഷാമ്പു എനിക്ക് നല്ലതായിട്ട് തോന്നിയതാണ് ഇത്, ലോറിയൽ പാരീസിന്റെ ഈ ഒരു ഷാമ്പു. ഇതിപ്പോൾ ഓൾറെഡി തീർന്നു കേട്ടോ, വെള്ളം ഒഴിച്ച് വെച്ചേക്ക് അടുത്ത യൂസിന്. ഈ ഒരു നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ടാണല്ലോ യൂസ് ചെയ്യുക, അപ്പോൾ ഇത് ഒരു വട്ടം കൂടെ കിട്ടും എന്നുള്ളൊരു ഇതില് ലോറിയലിന്റെ. പിന്നെ ജർമ്മനിയിൽ കാണുന്ന ഒരു അത്യാവശ്യം നല്ലൊരു ഷാമ്പു ആണ് ഈ നാച്ചുറൽ ബോക്സിന്റെ. ഇത് സ്പ്യൂലും ഇത് കണ്ടീഷണറാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്, പക്ഷെ ഇതിന്റെ ഷാമ്പു നല്ലതാണ്. പിന്നെ ഞാനിത് ഗാർണിയറിന്റെ ഷാമ്പു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അത്ര നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഓക്കെ. അപ്പം ഷാമ്പു ഇതാണ്. ഇനി കണ്ടീഷണറിന്റെ കാര്യം. കണ്ടീഷണർ ഈ 3 കണ്ടീഷണറും ആണ് ഞാൻ ഉപയോഗിച്ചിട്ട് പിന്നെയും മേടിച്ചിട്ടുള്ള കണ്ടീഷണറുകൾ. അതില് എല്ലാവർക്കും ഇത് ഭയങ്കര, അതായത് ഈ ലോറിയൽ പാരീസിന്റെ കണ്ടീഷണർ നല്ല സൂപ്പറാണ് എന്നൊക്കെ കുറെ റിവ്യൂ ആയിട്ട് ഞാൻ മേടിച്ചതാണ്. അപ്പൊ ആദ്യത്തെ ഒരു ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തു. അത് കഴിഞ്ഞും ഇപ്പം ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ ഒരു വട്ടം മേടിക്കും, എന്നിട്ട് ഫുള്ള് ഞാൻ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് ഞാനതൊന്ന് വിട്ട് അത് ഉപയോഗിക്കാണ്ടിങ്ങനെ നോക്കില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും മാറ്റം തോന്നണ്ടേ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പിന്നെ ഇത് വാങ്ങുള്ളൂ. അങ്ങനെ ഞാൻ മേടിച്ചൊരു സാധനമാണ് ഇത്. പിന്നെ ഇതും ഈ നാച്ചുറൽ ബോക്സിന്റെ ഇത് ജർമ്മനിയിൽ വന്നിട്ട് എപ്പോഴും ഞാൻ മേടിച്ചുകൊണ്ടിരുന്ന ആദ്യത്തെ ഒരു സാധനം ഇതാണ്. ഇതെനിക്കിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ദീദിയുടെയൊക്കെ ഷാമ്പു ഇല്ലേ, അത് ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു ഷാമ്പു. ദീദി ഇല്ല, ധാത്രിയോ അങ്ങനെ പച്ച കളറുള്ളൊരു ഷാമ്പു ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു ഷാമ്പും കണ്ടീഷണറാണ് ഇവരുടെ ഇത്. അതെനിക്ക് ഓക്കെ ആയതുകൊണ്ട് ഞാൻ വന്ന ആ ടൈമിലൊക്കെ ഒരു 6 മാസത്തോളം ഞാൻ ഇത് യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ലോറിയൽ പാരീസിലേക്ക് മാറിയത്. അതിൻ്റെ ഇടയിലാണ് ഈ കുട്ടനെ ഞാൻ കണ്ടുപിടിച്ചത്. ഇതാണ് പാൻറ്റീൻ്റെ. ഇതിന് കുറേ ടൈപ്പ് വരുന്നുണ്ട്. ഇപ്പം ഇത് റിപ്പയർ ആൻഡ് കെയർ എന്ന് പറയുന്ന ഇതാണ്. ഇത് സ്പ്യൂളിങ് കണ്ടീഷണറാണ്. ഈ ഒരു കമ്പനിയുടെ തന്നെ കുറേ കണ്ടീഷണർ ഷാമ്പു ഉണ്ട്, പക്ഷെ ഇത് നല്ല സൂപ്പറാണ്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബോട്ടിൽ മേടിക്കുക, ഇതിപ്പം 350 ml. ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നു 5 യൂറോയ്ക്ക് അടുത്ത്, അതായത് നാട്ടിൽ 500 രൂപയ്ക്ക് അടുത്ത് മണ്ടയിൽ പൈസ വരുന്നുണ്ട്. പക്ഷേ ഇതിനത്ര ഇല്ല. ഇതിന് 2-3 യൂറോ ഉള്ളൂ. നമുക്ക് നമ്മുടെ പൈസ നോക്കണമല്ലോ. പൈസ നോക്കിയിട്ട് ഓക്കെ ആണ്, പൈസ ഉണ്ടെങ്കിൽ ഞാനിത് മേടിക്കും എപ്പോഴും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ലീവിങ് കണ്ടീഷണർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്കിത് സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഏകദേശം തീരാറായിരുന്നു, അടുത്ത മേടിക്കണം എനിക്കിനി. പിന്നെ ഞാൻ തലമുടിയിൽ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ കവറ് പോയി. ഇപ്പോൾ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് വായിക്കുന്ന എന്താ ഷൗമയോ അങ്ങനെ SCHAUMA. അതിൻ്റെ ഇത് ഭയങ്കര ചീപ്പായിട്ടുള്ള ജർമ്മനിയിലെ ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ബലേയ, അതും പൈസ കുറവാണ്. 1 യൂറോയ്ക്കൊക്കെ സാധനം കിട്ടും, ഷാമ്പു ഒക്കെ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അതും ഉപയോഗിക്കാറുണ്ട്. എപ്പോഴും ഈ പൈസ കൂടുതലുള്ളത് തന്നെയല്ല, അല്ലാത്തതും ഞാൻ മേടിക്കാറുണ്ട്. അങ്ങനെ. പിന്നെ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ ഹെയർ എനിക്ക് ഭയങ്കര അപ്പം ഈ തലയിൽ ഷാമ്പുവും കണ്ടീഷണറും അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നല്ലൊരു കാര്യമാണ് തലമുടിയിൽ ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. ഹെയർ മാസ്ക് ഒരുപാട് കമ്പനിയുടെ ഉണ്ട്. ഞാൻ ഡോവിൻ്റെ ഹെയർ മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോവിൻ്റെ, ലോറിയൽ പാരീസിൻ്റെ, പാൻറ്റീൻ്റെ, അങ്ങനെ അത്യാവശ്യം കുറേ ഹെയർ മാസ്കുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു ഹെയർ മാസ്ക് ആണ് ഇത്. എല്ലാവർക്കും നല്ലതാവണമെന്നില്ല, എടുത്ത് ഞാൻ പറയാണ്, എല്ലാവർക്കും നല്ലതാണെന്നില്ല. പക്ഷെ എനിക്കിത് ഓക്കെയാണ്. പിന്നെ ഹെയർ മാസ്ക് ഞാൻ വീക്ക്ലി വൺസ് ഒക്കെ അപ്ലൈ ചെയ്യുള്ളൂ. ചെയ്തില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഹെയർ ഷാമ്പൂ ഇട്ട് അത് കണ്ടീഷണർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എൻ്റെ മുടി സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ഞാൻ മാസ്ക് അങ്ങനെ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരാളല്ല. അടുത്തതായി ഇനി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കെറ്റോകോനാസോലെ സാലിസിലിക് ആസിഡ് ഷാമ്പു. കെറ്റോകോനാസോലെ തോന്നുന്നു, എനിക്കറിയില്ല. ഇത് ജർമ്മനിലല്ലല്ലോ, ഇംഗ്ലീഷിലാണ് വായിക്കേണ്ടത്.
കെറ്റോ കൊന സോളെ. ഞാനത് ടൈപ്പ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കാം കേട്ടോ. സാലിസിലിക് ആസിഡിന്റെ ഒരു ഷാമ്പു ആണ് ഇത് ഡോക്ടർ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തതാണ്. ഇത് എനിക്ക് ഡാൻഡ്രഫിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു ഷാമ്പു ഇട്ടിട്ട് എനിക്ക് തലയിൽ താരനുണ്ടെന്ന് എനിക്ക് തോന്നുമ്പോൾ മാത്രം ഞാനിത് യൂസ് ചെയ്യും. ഇപ്പൊ സ്ഥിരമായി താരനുള്ള ആളാണെങ്കിൽ കൂടി ഇത് ഡെയിലി ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. വീക്ക്ലി വൺസ് ഒക്കെ ഇത് യൂസ് ചെയ്യാവുള്ളൂ. ഇത് തലയിൽ ഷാമ്പു പോലെ തലയിൽ തേക്ക്, അത് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റോളം നന്നായി സ്ക്രബ് ചെയ്യുക, എന്നിട്ട് കഴുകിക്കളയാം. അപ്പൊ ഈ ഒരു സാധനം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ബ്രഷ് ഇത് ഞാൻ കുളിക്കുമ്പോൾ തലമുടി ചെയ്യുന്ന ബ്രഷാണ്. അതുപോലെ തന്നെ ഈ ഒരു സാധനം, ഇത് ഇങ്ങനെ പിടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പൊ പോയി. ഓക്കെ. ഇത് ഇങ്ങനത്തെ ഒരു മുള്ളു പോലത്തെ ഒരു സാധനം. ഇത് വെച്ചിട്ട് നന്നായി തല ഞാൻ മസാജ് ചെയ്യും. ഓയിൽ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഓയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ മസാജ് ചെയ്യും. അല്ല, ഓയിലൊന്നും ചെയ്യുന്നില്ല, ഷാമ്പു മാത്രമേ ചെയ്യുന്നുള്ളെങ്കിൽ കൂടി ഷാമ്പു ഇട്ടതിന് ശേഷം ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് മാത്രമാണ് ഞാൻ മുടി കഴുകുക. എന്നിട്ടാണ് കണ്ടീഷണർ യൂസ് ചെയ്യുക. കണ്ടീഷണർ ഉപയോഗിച്ചതിന് ശേഷം എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, മുടി ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടാണല്ലോ കിടക്കുന്നത്, അതെങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടീഷണർ ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് തലമുടി ഇങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ചെയ്യില്ല, ഈ ഒരു മുടിയുടെ ഭാഗം ഇതിങ്ങനെ നന്നായിട്ട് ചീവി കൊടുക്കും. കണ്ടീഷണറോട് ആ നനവോട് കൂടി ഇങ്ങനെ ചീവി ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ ക്ലിപ്പിട്ട് വെക്കും. അങ്ങനെ ഒരു 10-15 മിനിറ്റ് വെച്ചിട്ടാണ് ഞാൻ മുടി കഴുകുക. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ തലമുടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. വാഷ് ചെയ്യുമ്പോൾ. അപ്പൊ ഗൈസ്, ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ആഫ്റ്റർ വാഷ്. ഓക്കെ, ആഫ്റ്റർ വാഷ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ. അതിനു മുന്നേ എനിക്ക് ആഫ്റ്റർ വാഷിന് മുന്നേ ഒരു കാര്യം, ഇത് ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, അത്യാവശ്യം നല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് മുഖാന്തരം ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡ് 7%. ഇത് പല പർപ്പസ് ഉണ്ട്. ഒരു പർപ്പസ്, അതായത് പല പർപ്പസ് ഉണ്ട്. നമ്മുടെ ഈ മുട്ടിന്റെ ഇവിടെ, അല്ലെ കാൽമുട്ടിന്റെ അവിടെ, പിന്നെ ഇവിടെ കഴുത്തിന് പുറകില്, അങ്ങനെയൊക്കെയുള്ള ഡാർക്ക് ആയിട്ടുള്ള കളർ മാറ്റി, അതായത് നമ്മുടെ ദേഹത്തു നിന്ന് വിട്ടു നിൽക്കുന്ന കളറുകൾ ഉണ്ടാവില്ലേ, കുറച്ചും കൂടെ ഡാർക്ക് ആയിട്ട് വന്ന് ആ ഡാർക്ക് ഏരിയയിലൊക്കെ ആ ഒരു കളർ മാറാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യും. ടാനൊക്കെ മാറാനൊക്കെ ഗ്ലൈക്കോളിക് ആസിഡ് നല്ലതാണ്. അതുപോലെ തന്നെ തലയിലെ താരൻ പോകാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന്റെ റൂട്ട് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് സൂപ്പറാണ്. ക്ലീൻ ആവും, നല്ല ക്ലെൻസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇത് എപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്, നമ്മൾ വാഷ് ചെയ്യുന്നതിന് മുന്നേ ഒരു 2 hours മുന്നേ ഒക്കെ തലയിൽ നന്നായിട്ട് തേച്ച് മസാജ് ചെയ്തിട്ട് കഴുകി കളയണം എന്നാണ്. പക്ഷെ ഇത് ഞാൻ പലപ്പോഴും ടോണർ പോലെയും തലമുടിയിൽ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കത് ഇതുവരെ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല. അപ്പം എനിക്കത് അറിയില്ല, അതുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുതരാണ്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ്. നിങ്ങൾ നന്നായിട്ട് ഇതിനെ റിസർച്ച് ചെയ്ത് നോക്കിയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ കുളി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഹെയർ സെറം ഞാൻ യൂസ് ചെയ്യും. അത് ഇന്ന സെറം എന്നൊന്നുമില്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് കഴിഞ്ഞു, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നാട്ടിലൊക്കെ കിട്ടും, സ്ട്രീക്സിൻ്റെ ഷൈൻ ഹെയർ സെറം. പക്ഷെ ഇത് ഓൾറെഡി തീർന്നു. അല്ല, ഇവിടെ ഏതെങ്കിലും ഞാൻ മേടിച്ച് അങ്ങനെ ഉപയോഗിക്കും. എനിക്ക് അങ്ങനെ ഹെയർ സെറം എൻ്റെ അല്ലെങ്കിൽ മുടി കൊഴിക്കുമെന്നോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നമ്മൾ മുടിയിൽ ഇവിടെ മാത്രമല്ലേ തേക്കണുള്ളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇനി എനിക്കിപ്പം ഒരു ഹെയർ ജെല്ല് പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ തോന്നുവാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പ്ലമ്മിൻ്റെ അലോവേര ജെല്ലാണ്. അതെനിക്ക് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ അത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഈ അലോവേര ജെൽ യൂസ് ചെയ്യുന്ന വേറൊരു പർപ്പസ് എന്ന് വെച്ചാൽ, ഇത് വാക്സ് സ്റ്റിക്കാണ്. അപ്പം എൻ്റെ മുടി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇതുണ്ടോ, ഇവിടെ ഇങ്ങനെ പൊന്തി കാണാറുണ്ട്. അപ്പം ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റോസ്മാനിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷെ ഇത് ഞാൻ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് തലവേദനയുണ്ട്, എനിക്കതങ്ങനെ ഒക്കുന്നില്ല. അപ്പം ചിലപ്പോൾ ഈ ഒരു കമ്പനിയുടെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഇനി ഒരെണ്ണം മാറ്റി ഒന്ന് യൂസ് ചെയ്ത് നോക്കണം.
അതിന് പകരം ഞാൻ ഉപയോഗിക്കുന്നതാണ് അലോവേര ജെല്ല്. അതും അലോവേര ജെല്ല് നല്ലതാണ്, അത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷ്വാസ്കോഫിൻ്റെ ടോക്ക് ഗ്ലിസ് എന്ന് പറയുന്ന ഒരു സെറ്റിംഗ് ക്രീം, ഇതും നല്ലതാണ്. പിന്നെ നമ്മൾക്കിവിടെ ഐ തിങ്ക് റോസ്മാൻ, അത് തന്നെ റോസ്മാനിലാണോ DML ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. DML നമുക്കിങ്ങനെ റോസ്മേരിയുടെ ഓയിലും കിട്ടും, ടോണിക്കും കിട്ടും. അപ്പം ഞാനിത് ഒരു ഇത്രയും യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല ഇത് ഉപയോഗിച്ചത് കൊണ്ട് എൻ്റെ മുടി വളർന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതൊരു നല്ല സാധനമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഇത്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ലീവിൻ സ്പ്രേ ആണ്. ഇനി ഇത് ഉപയോഗിച്ചത് കൊണ്ടുള്ള ഗുണം എനിക്കറിയാൻ പാടില്ല, അത്യാവശ്യം നല്ല മണമൊക്കെയാണ്. അപ്പോൾ ഇതും ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ തലയിലും തലമുടിയിലും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ കാർക്കൂന്തലിൻ്റെ രഹസ്യം. ഒരിക്കലും അല്ല, ഇതല്ല എൻ്റെ കാർക്കൂന്തലിൻ്റെ രഹസ്യം. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് ഇതൊക്കെ ഒരു മാറ്ററാണ്. പിന്നെ ഞാൻ അവിടെ എല്ലാം എടുത്ത് വെച്ചപ്പോൾ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. അവിടെ ഞാനൊരു സംഭവം വിട്ടുപോയി. എൻ്റെ ഹെയറിലെ പല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനാണ്. അയ്യോ, എടുത്തു വെച്ച സാധനം മറന്നുപോയി. ഇതല്ല സൊല്യൂഷൻ. അതിപ്പോൾ തീരാറായിട്ടുണ്ട്, എനിക്കതിനി നാട്ടിൽ നിന്ന് വേറെ എത്തിക്കണം. ഇതാണ് ആ ഒരു സൊല്യൂഷൻ. ആപ്സ് ഗുഡ്നെസ്സിൻ്റെ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇത് നീം പൗഡറാണ്, സൂപ്പറാണ്. താരൻ, ഇച്ചീനെസ്, ഈ റോഡ്നെസ്, പിന്നെ അല്ലാണ്ട് ഇങ്ങനെ ഫ്ലേക്സ് വരില്ല, അങ്ങനെയുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള അത് ഒട്ടൊക്കെ മുഖത്തിനാണെങ്കിലും പാടുകൾ മാറാനും അങ്ങനെയൊക്കെ സൂപ്പറാണ് നീം പൗഡർ, അത് നല്ലതാണ്. അപ്പം ഇതൊക്കെയാണ് ഹെയർ കെയർ റൂട്ടീൻ, മീൻസ് ഹെയറിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ തലമുടിയിൽ യൂസ് ചെയ്യുന്ന ഹെയർ കെയർ പ്രൊഡക്ട്സ് നിങ്ങൾ കണ്ടു. പിന്നെ ഇനി പറയാനുള്ളത് ഹെയർ കെയർ റൂട്ടീൻ. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് ഇങ്ങനെ കറക്റ്റായിട്ടൊരു റൂട്ടീനൊന്നും ഞാൻ ഫോളോ ചെയ്യാറില്ല. പക്ഷേ എപ്പോഴാണ് ഞാൻ തലമുടി കഴുകുന്നത് അന്ന് ഞാൻ എന്ത് ചെയ്യും, ഒന്ന് ഓയിൽ ചെയ്യും. അതിപ്പം ഇന്നിപ്പം ഞാൻ മുടി കഴുകി അത് ഓയിൽ ചെയ്തിട്ടൊക്കെയാണ് ഈ ചെയ്തതെങ്കിൽ, മുടി കഴുകിയതെങ്കിൽ, ഒരു ദിവസം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും വാഷ് ചെയ്യാണ്, ഞാൻ അങ്ങനെ ഓയിൽ യൂസ് ചെയ്യില്ല ഇവിടെ. കാരണം ഞാൻ അടുപ്പിച്ച് ഓയിൽ യൂസ് ചെയ്യുന്ന പോലെ എൻ്റെ തലമുടിയിൽ എന്ത് വരും, താരം വരാനുള്ള ചാൻസ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ റെഗുലർലി ഓയിൽ ചെയ്യുന്ന ആളല്ല. ഓയിൽ ചെയ്യുവാണെങ്കിൽ തന്നെ സാധാ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കോക്കനട്ട് ഓയിൽ നമുക്കിവിടെ തണുപ്പായതുകൊണ്ട് തന്നെ കട്ടയായിട്ടിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യും, ഒന്ന് മെൽറ്റ് ചെയ്ത് ഇച്ചിരി ഒരു ഇളം, നല്ല ചൂടല്ല, ഒരു ഇളം ചൂടോടുകൂടിയാണ് നന്നായിട്ട് തലയോട്ടിൽ തേച്ച് മസാജ് ചെയ്ത് ഒരു 30 മിനിറ്റൊക്കെ വെച്ചിട്ടാണ് മുടി കഴുകുക. ഓയിൽ ചെയ്യുന്ന കാര്യം അങ്ങനെയാണ്. പിന്നെ ഷാമ്പു ചെയ്യുകയാണെങ്കിൽ ഷാമ്പു ഡൈലൂട്ട് ചെയ്തിട്ട് മുടി കഴുകും. അത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യും. കണ്ടീഷണർ ഇട്ടിട്ട് ഒരു 10-20 മിനിറ്റൊക്കെ നമ്മൾ ബാക്കിയുള്ള മേലൊക്കെ കഴുകില്ലേ, ആ ഒരു ടൈമിൽ അത് തലയിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ലീവ് ഇൻ കണ്ടീഷണർ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടാണ് ഞാനൊന്ന് ഹെയർ ഡ്രയർ വെച്ചിട്ട് ഉണക്കുക. പിന്നെ സെറം യൂസ് ചെയ്യും. ഇങ്ങനെയാണ് പ്രൊസീജിയർ വരുന്നത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ ചിലപ്പോൾ ഞാൻ നൈറ്റിലായിരിക്കും യൂസ് ചെയ്യുക. നൈറ്റിൽ തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് കിടക്കും. അത് ഒത്തിരി ഊർന്ന് വീഴുന്ന രീതിയിലല്ല കേട്ടോ, കുറച്ചേ എടുക്കുള്ളൂ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട്. പിന്നെ നമ്മളിപ്പോൾ വാഷ് ചെയ്യുന്ന ഡേ ആണത് യൂസ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് വേണേൽ നമുക്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ട് ഒരു 2 മണിക്കൂറൊക്കെ വെച്ചിട്ട് മുടി വാഷ് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ വരുന്നത്. അല്ലാണ്ട് ഇങ്ങനെ സീക്രട്ട് ആയിട്ടൊന്നുമില്ല. ഞാനിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിങ്ങനെ പോകുന്നു. പക്ഷേ ഇപ്പോൾ ജർമ്മനിയിൽ വരുന്നതിന് മുന്നേ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് മുടി മുറിച്ചിട്ട് വേണം പോകാൻ. അങ്ങനെ വലിയ ആൾക്കാർ വരെ പറഞ്ഞിട്ടുണ്ട് മുടി മുറിച്ചിട്ട് വേണം പോകാൻ, കാരണം കെയർ ചെയ്യാൻ ഭയങ്കര പാടാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ആദ്യത്തെ 1 വർഷമായപ്പോഴാണ് ആദ്യം നാട്ടിലേക്ക് പോയത്. അതുവരെ എൻ്റെ മുടി ഒന്നും ചെയ്തിട്ടില്ല. എത്ര നീളം ഉണ്ടായിരുന്നു അത്രയും നീളത്തിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാനിപ്പോൾ നാട്ടിൽ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് അടിയൊക്കെ ഒന്ന് ഷേപ്പാക്കി ഒന്ന് ഒരു ഹെയർ സ്പായൊക്കെ ചെയ്ത്, അതും ഞാൻ ലെങ്ത് അത്രയും കളഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ ഉള്ള ഈ ലെങ്ത്ത്, ഈ ഒരു ലെങ്ത്ത് ഇപ്പോഴും മുടിയുണ്ട്. അതായത് എല്ലാം പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ, അതിപ്പോൾ ഗൾഫ് കൺട്രീസോ അല്ലെങ്കിൽ യൂറോപ്പ് കൺട്രീസിലോ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുടി പോയിരിക്കും. നിർബന്ധമായി പോകണം എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അതൊക്കെ വെറുതെയാണ്. ഇവിടെ ലോങ് ഹെയർ ഉള്ള, നാട്ടിൽ നിന്ന് വന്നിട്ട് ലോങ് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറേ പേരെ എനിക്കറിയാം, വർഷങ്ങളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നവരെ എനിക്കറിയാം. അതൊക്കെ വെറുതെയാണ്. നമ്മളെങ്ങനെ നോക്കുന്നു, കെയർ ചെയ്യുന്നു, നമുക്ക് ആ മുടി വേണം എന്നുള്ള രീതിയിൽ ഇരിക്കും.
അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ എടുത്ത് പറയാൻ കാരണം നിങ്ങളിപ്പോൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാനിരിക്കുന്നവരാണ് എങ്കിലും നിങ്ങൾക്ക് ലോങ് ഹെയർ ഉണ്ട്, പക്ഷേ വേറൊരാളുടെ പ്രഷറിൻ്റെ മണ്ടയിൽ നിങ്ങൾ ആ മുടി മുറിക്കണം. നിങ്ങൾക്ക് ആ മുടി ഇഷ്ടമാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരിക, എന്നിട്ട് നിങ്ങളൊന്ന് ലൈഫ് ഒന്ന് ജീവിച്ച് നോക്കുക. ഒരു 6 മാസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്നെ കൊണ്ട് പറ്റൂല, ഇത് പോവുകയാണ്, ഫുള്ള് കൊഴിഞ്ഞ് പോവുകയാണെങ്കിൽ ലെങ്ത്ത് കട്ട് ചെയ്യുക. പക്ഷേ ഈ ലെങ്ത്ത് കട്ട് ചെയ്യുന്നതും മുടി കൊഴിച്ചിലും തമ്മിലുള്ള ബന്ധം എനിക്കങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഞാൻ ഈ പ്രാവശ്യം പോയപ്പം മുടി കുറച്ച് അടിയിലെ ലെങ്ത്ത് കുറയ്ക്കാൻ കാരണം അതെനിക്ക് മുടി കൊഴിയുന്നത് കൊണ്ടല്ല, എനിക്ക് ഈ മുടി കെട്ടി വെക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. നമ്മൾ ഈ കോട്ട് മീൻസ് എന്താ പറയുക, ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് മുടി ഞാനിപ്പോൾ ഇങ്ങനെ ചുരുട്ടി വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിങ്ങനെ തൊപ്പിയിടാൻ ഭയങ്കര പാടായിരിക്കും. പിന്നെ എനിക്ക് മുടി കെട്ടാനും ചെയ്യാനും, നമ്മൾക്ക് രാവിലെ 5 മണിക്കൊക്കെ എണീറ്റ് ഡിക്കുട്ടിക്ക് പോകണം, അതിൻ്റെ ഇടയ്ക്ക് ഇത് ചെയ്യുവാനൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് നീളം കുറച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മുടി ഇഷ്ടമുള്ളവരാണ് നിങ്ങളങ്ങനെ മുടിയൊന്നും മുറിച്ചൊന്നും കളയണ്ട കേട്ടോ. പിന്നെ നിങ്ങൾക്ക് സ്റ്റൈലൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മുറിച്ച് കളയാം, അത് പിന്നെയും വളർന്നോളും, ഒരു പ്രശ്നമില്ല. പിന്നെ ഓവറായിട്ട് ഇങ്ങനെ കെയർ ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനെ ഇഷ്ടംമാതിരി മാസ്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മാസ്കുകൾ ഇങ്ങനെ ഇപ്പോൾ എന്താ പറയുക, ഉള്ളി തേക്കുക, കഞ്ഞിവെള്ളം തേക്കുക, പരിപ്പ് മീൻസ് ഉലുവ തേക്കുക, ഇതൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് മുടീനെ കെയർ ചെയ്യണം. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ ക്ലൈമറ്റ് അനുസരിച്ച്. ഇപ്പം നാട്ടിലാണെങ്കിൽ ഒരു അത്യാവശ്യം നമുക്കങ്ങനെ പ്രശ്നമുള്ളതല്ല, പക്ഷേ ഇവിടെ എപ്പോഴും എന്താ പറയുക, ഹ്യൂമിഡിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തലയിൽ എപ്പോഴും ഒരു തണുപ്പ് നിൽക്കും. അപ്പം ഈ ഡാൻഡ്രഫൊക്കെ വരാൻ ഭയങ്കര ഒരു ചാൻസ് ഉണ്ട്. എനിക്കിതിനെപ്പറ്റി സയൻറ്റിഫിക്കായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിച്ച് ചളമാകുന്നില്ല. പക്ഷേ ഇതൊക്കെയാണ് എൻ്റെ ഹെയർ കെയർ റൂട്ടീൻ. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനത് അടുത്ത വീഡിയോയിൽ അതിനെപ്പറ്റി സംസാരിക്കും. ഇനി നിങ്ങൾക്ക് ഞാൻ ഫ്രൂട്ട് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ആ ഫ്രൂട്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുമോ എനിക്കങ്ങനെ കറക്റ്റ് അറിയില്ല, കിട്ടുമായിരിക്കും. പക്ഷേ ഇവിടെ ഞാൻ എപ്പോഴും ഇത് കണ്ടിട്ടുണ്ട്, ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ എപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സീസണാണ്, അതുകൊണ്ട് ഇതിന് ഭയങ്കര പൈസ കുറവാണ്. ഇപ്പം ഇതിന് ഒരെണ്ണത്തിന് 55 സെൻറ്റേ ഉള്ളൂ, അതായത് നാട്ടിൽ ഒരു 50 രൂപ ആ ഒരു രീതിയിൽ ഇത് കിട്ടും. ഇതിനെ കാക്കി, ഷാരോൺ എന്നൊക്കെയാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ഞാനിത് ഗൂഗിളിലൊക്കെ പെർസിമോൺ എന്നും കണ്ടാണ് പറഞ്ഞത്, എനിക്ക് കറക്റ്റ് പേരറിയില്ല. കാക്കിയെന്നാണ് ഇവിടെ ജമൻസ് പറയുന്നത്, ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഇങ്ങനെ ഒരു ഷേപ്പ്, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പഴുത്തിങ്ങനെ വരും. അപ്പം നല്ലതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് വെറുതെ നമുക്ക് കഴിക്കാം. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെയ്ക്ക് അടിക്കില്ലേ, അവക്കാഡോ ഷെയ്ക്കൊക്കെ അടിക്കില്ലേ, അതുപോലെ ചെയ്യണം. അപ്പം നല്ല ടേസ്റ്റാണ്. നമ്മൾ എക്സ്ട്രാ മധുരം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പാല് ഫ്രീസർ വെച്ചിട്ട് കട്ടയായിട്ടുള്ള പാല് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ തിക്കായിട്ട് ഷേക്ക് വരും. അല്ല നിങ്ങൾ നോർമലി പാല് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിനി അതാക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ചേർത്ത് നല്ല ക്ലീൻ ആക്കി എടുക്കാം. അപ്പം ഞാനിത് കറക്റ്റായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ജ്യൂസറിലിട്ടിട്ട് പാല് കട്ടയായതും കൂടി ഇട്ടിട്ട് അടിച്ചെടുക്കാം. സത്യം പറഞ്ഞാൽ ഈ കട്ടയായത് ഫ്രീസറിൽ നിന്ന് ഇതിങ്ങനെ എടുക്കാൻ ഭയങ്കര പാടാണ്. നമുക്ക് ഇതിനകത്തേക്ക് ഈ ഐസ് ക്യൂബ്സ് ഇടാവേ. നല്ല മിക്സി ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ എടുക്കുക, അങ്ങനെ ചെയ്തു കൊടുക്കണം.
നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം.